സങ്കീർത്തനങ്ങൾ 71-20 അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനേ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വിവിധ കാരണങ്ങളാൽ എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും തകർക്കപ്പെട്ടതിനാൽ സന്തോഷപൂർണമായ ഒരു ജീവിതം ഇനിയും ഉണ്ടാകത്തില്ലെന്നും സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്ക് ഇനിയും തിരികെ വരുവാൻ സാധിക്കയില്ലെന്നും വിചാരിച്ച് സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും കരയുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നു നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നാലും അതിൽ നിങ്ങൾ തകർന്നു പോകുവാൻ അനുവദിക്കാതെ നിങ്ങളെ ജീവിപ്പിക്കുവാനും നിങ്ങൾ എത്ര ആഴത്തിൽ താണുപോയാലും അവിടെ നിന്നും നിങ്ങളെ തിരികെ കയറ്റുവാനും നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു സർവശക്തനാകുന്നു. സങ്കീർത്തനം 40-1-2 ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്നത്തെ നിങ്ങളുടെ സ്ഥിതിക്കും ദൈവം മാറ്റം വരുത്തി ഏതു നാശകരമായ അവസ്ഥയിൽ നിന്നും ഏതു കുഴഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറ്റി നിങ്ങളുടെ കാലുകൾ ആരുടെയും മുമ്പിൽ ഇടറിപ്പോകുവാൻ സമ്മതിക്കാതെ നിങ്ങൾ തല ഉയർത്തി നിൽക്കുവാൻ ഇടയാകേണ്ടതിനായി ക്രിസ്തുവാം പാറമേൽ നിങ്ങളെ നിർത്തുവാൻ നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവിൽ നമുക്കുള്ള ആശ്രയവും വിശ്വാസവും ഒട്ടും കുറഞ്ഞു പോകാതെ ദൈവത്തോട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. നിശ്ചയമായും ദൈവം നമ്മളുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.